പരിപാടിയായിട്ട് എവിടെ പോണ്? അപ്പന്റെ ഗ്യാസ് ഒക്കെ കഴിയുമ്പോ അമ്മച്ചി വീട്ടിലോട്ട് ഉണക്കച്ചെമ്മീനും കൊണ്ട് വരാൻ പറഞ്ഞു. ഒഴിക്കുള്ളത് ഇത്രയും സ്ഥലം വെച്ച് കൊടുത്തിട്ട് എന്താ കാര്യം? അടിച്ചോട്ടെ. നിന്റെ മോനിപ്പോ ഒരു ഡയലോഗ് അടിച്ചു പോയി. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിന്റെ വീട്ടുകാരൊന്നും എന്റെ വീട്ടിലൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ ഞാനില്ല. ഇതിന്റെ പറഞ്ഞ് പുറത്തു പോവാൻ. എന്നാ പിടി, ഞാൻ പോകും. അവന് പ്രാന്താണ്. എന്റെ മോനല്ലേ നിങ്ങളെ ഞാൻ മേടിക്കേണ്ട സാധനം അടി പൊറോട്ട, മുട്ട, ചിക്കൻ അടി അങ്ങോട്ട്. സാധനം വേണം. മതി മതി മതി. അടി 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 വേണം. എന്റെ അടിയാണ് ആൾറെഡി മതി. കൊറേശ്ശൊക്കെ അടി. അടി അടി അടികളൊക്കെ ടച്ചപ്പൊക്കെ എടുത്തത് അടി. പിന്നെ പണം വെച്ചിട്ട് അടിച്ചോളാം. അങ്ങനത്തെ പരിപാടി ടച്ചപ്പ് കുറവാണ്. എന്റെ മതിച്ചേട്ടാ വടത്തിലെ പാലത്തിന് അവിടെ ചെക്കിങ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നല്ല കീറും കീറിയിട്ടുണ്ട്. അവരുടെ കയ്യിലങ്ങനെ കിട്ടിയാണ്ടല്ല കീച്ചാങ്കർ കൂമ്പിന് കിട്ടും. മധുവിന് ആൾറെഡി നമ്മുടെ ടീം ഫൈനൽ വരെയൊക്കെ എത്തി. പക്ഷെ പെനാൾട്ടിയിൽ എന്തോ തോറ്റുപോയി. ശനോ എന്താ കല്ലുപ്പ? ആണിച്ചേട്ടാ, നിങ്ങൾ സാധനമൊക്കെ കണ്ടിട്ടുണ്ടാ? ഈ സാധനമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ നരമ്പും പൊട്ടും. നിങ്ങളുണ്ടല്ലോ പെട്ടിയിലാകും. നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല സാധനമൊക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധനം? പോടെ നീയൊക്കെ പാടത്തില്ല. പള്ളി പെരുന്നാളുന്ന സമയത്തൊക്കെ ഞങ്ങളൊക്കെ മറ്റേ കുംഭമേളൊക്കെ പോയിട്ട് അടിച്ച് സെറ്റാഴൊക്കെ ടീമാണ്. നീ നമ്മുടെ അടുത്താണ് ഇത് പറയണ. ഒരു സാധനങ്ങൾ എടുക്കട അങ്ങോട്ട് ആൾറെഡി എടുത്ത് കൊടുക്കടാ. ഓൾറെഡി അവനൊക്കെ എടുത്ത് കേട്ടിച്ചാകട്ടെ. നീ എടുത്ത് പരത്തിയ കാണിച്ചു കൊടുക്കടാ. Se mantiene fuerte oyendo un mito mientras la sangre corre por su vena, mientras se llena de furiosos ambiente y luz plena, él atraviesa a sus enemigos.
നേരടാ മധു മനസ്സിലായാലും എന്തിനാണ് പോയേക്കല്ല വീട്ടു സാറേ ഈ ഈ മധു ഒരിത്തിരി മദ്യം കഴിച്ചതിന്റെ പേരിൽ IPC ഏത് സെക്ഷൻ ചോദ്യമാണ് സാറേ നിങ്ങൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? IPC സെക്ഷനും വകുപ്പൊക്കെ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ശരിക്കും അങ്ങ് പഠിപ്പിച്ചാടാ എന്റെ കേട് മൊത്തം തീർത്തു തരാം നിനക്ക് എന്താടാ പണി? കൽപ്പണിയാ നിന്റെ മേസരീനെ ആശാരീനെ ഒക്കെ ഞങ്ങളോട് ചേർത്തിട്ടുണ്ട്. നിനക്ക് വാർഡിലെ ഷിജിക്കുട്ടൻ അറിയൂടാ? ഷിജുക്കുട്ടൻ? ആ ഷിജിക്കുട്ടൻ എന്റെ കൊട്ടയം പട്ടിയൊക്കെ പകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇനി എല്ലാരും കൂടി കുറച്ച് ദിവസം ഒന്നിച്ച് കിടക്ക്, കുറച്ച് കാലം കിടക്ക്. സാറേ ഇത്ര നേരത്തെ വിടണം കേട്ടാ, ഇവിടെ കറിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ലല്ലോ ഇതുവരെ. ഇവനെ കൊണ്ടുപോണേ വഴിയിലിരുന്ന് കള്ളു കുടിച്ചാനല്ല, NDPS ആക്ട് മയക്കുമരുന്ന് കേസ് എന്ന് പറയും, മനസ്സിലായ? ഇവനും എൻ്റെ കൂട്ടുകാരെ കുറച്ചു കാലം പിടിക്കും ഇനി പുറത്തോട്ട് വരാനായിട്ട്. കാരണം അതിന് വേണ്ടിയ സാധനം ഉമാരുടെ അടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഒരു ചേക്കൻ, അവൻ ഈ വഴി തന്നെ പോയാൽ മതിയാ. അവനെ അവൻ വണ്ടിയിലോട്ട് ഇരിക്കേ. അപ്പനായാലും മോനായാലും മോളായാലും നിങ്ങളൊക്കെ നേരെ അല്ലെങ്കിൽ ഉണ്ടല്ലോ നന്നാക്കാൻ ഈ കേരള പോലീസിന് അറിയാം. അതല്ല വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെയാണ് യൂണിഫോമിൽ കയറിയേക്കുന്നത്, മനസ്സിലായ?